ഇത് പറഞ്ഞപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യനബി തങ്ങളും ഉമർ എന്നവരും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിന്റെ ശകലം കേട്ടു. ഓടി വന്നുകൊണ്ട് ഉമർ എന്നവരുടെ കോളറിനെ പിടിച്ചിട്ട് മജാമിഇ സൗബിഹി, മഹാനവറുടെ കഴുത്തിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ വല്ലാഹി ഇന്നഹു ലറസൂലുള്ളാഹ്. സംശയം വേണ്ട ഉമറെ. ഉമർ എന്നവർക്ക് സംശയം ഉണ്ടായത് കൊണ്ടല്ല, ആ സന്ദർഭത്തിന്റെ വേദന ഉമർ എന്നവർ പറയാം. ഉമറേ, അവർ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്, പറയുന്നത് സത്യമാണ്, നമുക്ക് സ്വർഗം തന്നെയാണ്. എന്നാൽ അല്ലാഹു പറയുന്നതേ ഹബീബിന് പറയാൻ കഴിയൂ, അല്ലാഹു നിർദ്ദേശിക്കുന്നതേ ഹബീബിന് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഉംറ അടുത്ത വർഷം ഖലാ വീട്ടാം. ഉംറത്തുൽ ഖലാ നടന്നു, നമ്മൾ ഖലാ വീട്ടാൻ വരും. ഇപ്പോൾ തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക് എന്ന് റസൂലുള്ളാഹി പറയുമ്പോ, ഉമറേ, അത് നബി തങ്ങളുടെ തീരുമാനം മാത്രമല്ല, അള്ളാന്റെ തീരുമാനം അതാണ്. അതായിരുന്നു ഹുദൈബിയ. സ്വഹാബിമാര് തിരിച്ചു പോന്നു. നമ്മൾ ഉംറയ്ക്കൊക്കെ പോകുമ്പോഴേ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയിട്ട് എമിഗ്രേഷൻ തിരിച്ചു വിട്ടു എന്ന് വിചാരിക്കുക. നമുക്കിപ്പോ ആകെ 1 മണിക്കൂറൊക്കെ യാത്ര വരുള്ളൂ മാക്സിമം. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോഴേക്ക് റബ്ബേ, നാട്ടുകാരൊക്കെ യാത്ര അയച്ചു പറഞ്ഞയച്ചതല്ലേ, വീട്ടുകാരുടെ മുമ്പിലേക്ക് ഇനി എങ്ങനെയാ പോവുക? എന്തൊരു നാണക്കേടും വിഷമൊക്കെ ആയിരിക്കും. എയർപോർട്ടും തിരിച്ചു പോന്നാൽ തന്നെ ഇനി അത് അവിടെ ഇറങ്ങിയിട്ടാണെങ്കിലോ പറയും വേണ്ട. അതോ നമ്മൾ ഫ്ലൈറ്റിലോ കാറിലോ ബസ്സിലോ ഒക്കെ ചെയ്യുന്ന യാത്രയാണ്. പുണ്യനിബിതങ്ങളും സഹാബിമാരും 500-ലേറെ കിലോമീറ്റർ മരുഭൂമിയിൽ ഇഹ്റാം ചെയ്ത് നടന്നിട്ട് കഅബ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരം എന്ന് പറയാം. അപ്പോഴാ പറഞ്ഞ് തിരിച്ചു പോണെന്ന്. ആ വേദനയിൽ സ്വഹാബിമാര് നിൽക്കുമ്പോഴാണ് സൂറത്തുൽ ഫത്ഹ് ഇറങ്ങുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് നസലത് ഹാദിഹിൽ ആയാതു ഇൻദമാ റജഅ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു മിനൽ ഹുദൈബിയ്യ. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. നബിയേ, ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധമുള്ള വിജയം, മുബീനായ വിജയം. അതിലൊരു ഡിസ്കഷൻ വേണ്ട, അത് വിജയം തന്നെ ആണോ എന്ന സംശയം വേണ്ട. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. ഇതൊരു പരാജയമാണ് എന്ന വ്യഥയിലും വ്യസനത്തിലും സങ്കടത്തിലും കഴിയുന്ന സ്വഹാബികളോടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ സങ്കടപ്പെടരുത്, ഇത് വിജയമാണ്. ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. ഇത് അടിയറവ് പറയലോ താഴ്ന്നു കൊടുക്കലോ ഇല്ലാതെയാവലോ നാണം കെടലോ ഒന്നുമല്ല. അല്ലാഹു നിങ്ങളെ അജയ്യമായ സഹായം അല്ലാഹു നിങ്ങൾക്ക് തരും നബിയേ. ഇത് വിജയമാണ്, ഫത്ഹാണ്. ഇത് വിജയമാണ്, ഫത്ഹൻ മുബീന. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം അല്ലാഹു നൽകാൻ വേണ്ടി സങ്കടപ്പെട്ടു കഴിഞ്ഞിരുന്ന മുഅ്മിനുകളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു വിജയമാണ് എന്ന് പറഞ്ഞ് ആയത്തിറക്കി മുഅ്മിനീങ്ങളുടെ സങ്കടത്തിന് അല്ലാഹു പരിഹാരമുണ്ടാക്കി കൊടുത്തത്. ഇത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലെ അവരുടെ ജബറുൽ ഖാത്തിർ എന്ന് പറയും, അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകുകയായിരുന്നു. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, ഹുവല്ലദീ അൻസലസ് സകീന. സമാധാനം ഇറക്കി തരുന്നത് അല്ലാഹുവാണ്. അത് നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കോ അല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ല, നിങ്ങളുടെ സമ്പത്തോ സൗകര്യങ്ങളോ അല്ല. സമാധാനം നൽകുന്നത് അല്ലാഹുവാണ്. പടച്ചവൻ നൽകുന്ന വലിയൊരു നിഅമത്താണ് സമാധാനം. ثم لتسألن يومئذ عن النعيم وطيب النفس من النعيم قال رسول الله صلى الله عليه وسلم. മനസ്സമാധാനം നഈം എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. നാളെ അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യം ഇതാണ്, സമാധാനം നൽകണേ പടച്ചവനെ.
ഇവിടെയും നാളെ പരലോകത്തും ഖബറിലും ബർസഖിലുമൊക്കെ അള്ളാഹു സക്കീനത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുതഅല്ലിമീങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങൾ, മരിച്ചുപോയവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, രോഗികളായി കിടക്കുന്നവർ, നമ്മോട് കടപ്പാടുള്ളവർ, നമ്മൾ അങ്ങോട്ട് കടപ്പാടുള്ളവർ, എല്ലാവർക്കും അള്ളാഹു സക്കീനത്ത് നൽകട്ടെ. രണ്ട് ലോകത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സ്വാലിഹീങ്ങളിലായി അള്ളാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉഹദ് യുദ്ധത്തിൽ പുണ്യ നബി തങ്ങൾ വഫാത്തായി എന്നൊരു കിംവദന്തി പരന്ന ഒരു സമയം. ഉഹദ് യുദ്ധം പരാജയത്തിലേക്ക് വന്നു. വിജയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന യുദ്ധം പരാജയത്തിലേക്ക് പോവുകയാണ്. ഇദ് തുസ്ഇദൂന വലാ തൽഊന അലാ അഹദിൻ വർ-റസൂലു യദ്ഊകും ഫീ ഉഖ്റാകും والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെ പരിഹരിക്കുകയാണ് അല്ലാഹു. സമാധാനം ലഭിക്കണമെങ്കിൽ അത് അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അതിന് അല്ലാഹുവിന്റെ ചില രീതികളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഉഹദിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ 70ഓളം ബഹുഭൂരിഭാഗം വരുന്ന ഹാഫിദുകളായ സ്വഹാബിമാർ ഉഹദിൽ ഷഹീദാകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വഫാത്തായിരിക്കുന്നു എന്ന് ഇബ്നു ഖംആ എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂല് കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി ഉഹദിന്റെ രണാങ്കണത്തിൽ പരത്തിയത് അല്ലാഹുവിന്റെ ഒരു ഇടപെടലായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെ والرسول يدعوكم في أخراكم فأثابكم غما بغم. അല്ലാഹു നിങ്ങൾക്ക് വലിയ ഒരു സങ്കടത്തിന്റെ പിറകെ അതിലും ഏറ്റവും വലിയ സങ്കടം തന്നുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യത്തെ സങ്കടത്തെ അല്ലാഹു പരിഹരിച്ചത്. ഉഹദിൽ 2 ഗമ്മുണ്ടായി. ഒന്നാമത്തെ ഗമ്മ് പരാജയത്തിന്റെ ഗമ്മുൽ ഹസീമ. ഉഹദ് പരാജയപ്പെട്ടല്ലോ, ഉഹദ് നഷ്ടമായല്ലോ, മുസ്ലിമീങ്ങൾക്ക് കൈവിട്ടുപോയല്ലോ, ഉഹദിൽ മുശ്രിക്കുകൾ മേൽക്കൈ കാണിച്ചുവല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോ ആ സങ്കടത്തിന് പരിഹാരമായി അല്ലാഹു നൽകുന്നത് ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ. ആ സങ്കടത്തോടൊപ്പം മറ്റൊരു സങ്കടം നൽകിക്കൊണ്ടാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകിയത്. ആ സങ്കടമാണ് പുണ്യ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ഉഹദിൽ നബി കൊല്ലപ്പെട്ടു എന്ന് മഅദല്ലാഹ് ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ഇബ്നു ഖമിആ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോ സ്വഹാബികളുടെ ചെവിയിലേക്ക് അത് വന്നു. അവരെല്ലാം ഉഹദിന്റെ പരാജയത്തിന്റെ സങ്കടം മറന്നുപോയി. ഉഹദിൽ ഷഹീദായ ശുഹദാക്കളെ ചൊല്ലിയുള്ള സങ്കടം മറന്നുപോയി. അവരിൽ ഷഹീദാണ് നബി തങ്ങളുടെ അമ്മും ഹബീബായ നബി തങ്ങളുടെ വളരെ മഹ്ബൂബായ നബി തങ്ങളുടെ സ്വഹാബിയായ വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫാ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. ശുഹദാക്കൾക്ക് നേതാവുണ്ടെങ്കിൽ അത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ നബി തങ്ങളോളം അതേപോലെ ഒരേ വയസ്സുണ്ടായിരുന്ന ഹബീബായ നബി തങ്ങളുടെ നിഴല് പോലെ ഹബീബിന് സംരക്ഷണം നൽകിയിരുന്ന സ്വഹാബി ഉഹദിൽ ഷഹീദായ സങ്കടം തങ്ങൾ വർഷങ്ങളോളം തങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ, മഹാന്മാരായ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗൽഭരായ ആളുകൾ അംറുബുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംറുബുൽ ഹറാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് എന്നവർ, മഹാനായ അനസ് ഇബ്നു നദീർ റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ എത്രയോ ആളുകൾ
ഉഹദിന്റെ ത്യാഗീവര്യന്മാരായ സ്വഹാബിമാരാണ്. ഉഹദിന്റെ പരാജയത്തിന്റെ വേദനയിൽ അവര് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആ സങ്കടത്തെ അല്ലാഹു പുണ്യനബി തങ്ങൾ വഫാത്തായിരിക്കുന്നു എന്ന വാർത്ത കൊണ്ട് പരിഹരിച്ചത്. എങ്ങനെ? ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം അല്ലാഹു കൊടുത്തു. എന്നിട്ട് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോ വലിയൊരു സന്തോഷം മനസ്സിലേക്ക് വന്നു. ആ സന്തോഷത്താൽ ഉഹദിന്റെ പരാജയം സ്വഹാബിമാര് മറന്നുപോയി. അവർ ഉഹദിന്റെ പരാജയം ആലോചിച്ച് നടക്കുമ്പോഴാ തങ്ങൾ തന്നെ വഫാത്തായി എന്ന് കേൾക്കുന്നത്. തങ്ങളില്ലെങ്കിൽ എന്തു ജീവിതം, തങ്ങളില്ലെങ്കിൽ എന്തു മദീന, തങ്ങളില്ലെങ്കിൽ എന്ത് മസ്ജിദുൻ നബവി. ഹബീബായ നബി തങ്ങളില്ലാതെ ഓർക്കാൻ കഴിയാത്ത, തങ്ങളില്ലാത്തൊരു ജീവിതം ഓർക്കാൻ കഴിയാത്ത സ്വഹാബിമാർ ഹബീബായ തങ്ങൾക്ക് വഫാത്ത് സംഭവിച്ചു എന്ന ആ ഒരു കിംവദന്തിയുടെ ബേജാറിൽ ഓടിക്കൊണ്ട് തിരയുകയാണ്. ഐന റസൂലുള്ളാഹ്. അൻസ്വാരിയായ പെണ്ണ് വന്ന് ചോദിച്ചല്ലോ, അഖുതില റസൂലുള്ളാഹ്, പുണ്യനബി വഫാത്തായി എന്ന് കേൾക്കുന്നു, ശരിയാണോ? ഇല്ല പെങ്ങളെ, ഇല്ല, പുണ്യനബി ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉപ്പ ഷഹീദാണ്, നിങ്ങളുടെ ഭർത്താവ് ഷഹീദാണ്, മൂത്ത മകൻ ഷഹീദാണ്, നിങ്ങളുടെ സഹോദരനും ഷഹീദാണ്. 4 പേര് സ്വന്തം കുടുംബത്തിൽ വഫാത്തായപ്പോഴും ആ പെണ്ണ് ചോദിച്ചുവല്ലോ, ഐന റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ എവിടെയാണ്, എനിക്കൊന്ന് കാണണം. അങ്ങനെ പുണ്യനബി ഇരിക്കുന്ന ടെന്റിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, പെങ്ങളെ അവിടെ റസൂലുള്ളാഹിയുണ്ട്. ആ ടെന്റിലേക്ക് നടന്നു ചെന്ന് ഹബീബിനെ കണ്ട്, കുല്ലു മുസീബത്തിൻ ബഅദക അലയ്യ ജലൽ, നബിയേ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ മരണമോ, എന്റെ ആങ്ങളയുടെ, എന്റെ ഉപ്പയുടെ, എന്റെ മൂത്ത മകന്റെ, ഇതൊന്നും നബിയെ ഒരു മുസീബത്തും എന്റെ മുമ്പിൽ മുസീബത്തല്ല. അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പ്രശ്നമല്ല, അങ്ങാണ് പ്രശ്നം, എനിക്ക് അങ്ങയെ കാണണമായിരുന്നു നബിയെ എന്ന് പറഞ്ഞ് യുദ്ധമുഖത്തേക്ക് ഓടി വന്ന അൻസ്വാരിയത്തായ ഒരു ഉമ്മയുടെ ചരിത്രമുണ്ട് ഹദീസുകളിൽ. ആ ഒരു വിഷമത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പുണ്യനബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം കൊണ്ട് ഉഹദിന്റെ പരാജയത്തിന്റെ സങ്കടം അല്ലാഹു മറപ്പിച്ചു കളഞ്ഞു. ആ വിഷയമാണ് പരിശുദ്ധ ഖുർആൻ, ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ, നിങ്ങളുടെ ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം കൊണ്ടാണ് അല്ലാഹു പരിഹരിച്ചത് എന്ന് പറഞ്ഞു. ഉഹദിൽ അല്ലാഹുവിന്റെ ഇടപെടലായിരുന്നു അത്. ഹുവല്ലദീ അൻസല അസ്സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഇങ്ങനെ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അസ്ഹാബിന്റെ ഇടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ അവരുടെ ഖൽബുകൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന വിധം അല്ലാഹു ഇടപെട്ടു. റബ്ബാണ് സമാധാനം ഇറക്കി തരുന്നത്, അല്ലാഹുവാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ നീയാണ് സലാം, അല്ലാഹുവേ നീയാണ് സമാധാനത്തിന്റെ ദാതാവ്. നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം, നിന്റെ സമാധാനത്തിന്റെ ഭവനമാണ് സ്വർഗം. അൻതസ്സലാം, നിന്നിൽ നിന്നാണ് സലാം. എല്ലാ രക്ഷയും എല്ലാ സമാധാനവും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കുന്നതിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് വീണ്ടും വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ. സമാധാനത്തിന് ഭംഗം വരുന്നതൊന്നും ഒരു വിശ്വാസിയും ചെയ്യരുത് എന്ന് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ വലിയൊരു മൂല്യം ആളുകളുടെ മനസ്സുകൾക്ക് സമാധാനം നൽകണം. ജബറുൽ ഖാത്തിർ എന്നാണ് അതിന് പറയാ. ഒരു മനുഷ്യന്റെ മനസ്സ് വീങ്ങിപ്പൊട്ടി കിടക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുഅ്മിനായ മനുഷ്യന് സമാധാനം പകരുന്ന വാക്കുകൾ മുഅ്മിനുകൾ പറയണം, പ്രവർത്തിക്കണം. അതിന് സമയം ചെലവഴിക്കുന്നത് പോലും പുണ്യനബി തങ്ങളുടെ അൽ മസ്ജിദുൻ നബവിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ കൂടെ നടക്കുന്നത്,
എന്റെ മസ്ജിദിൽ ഒരു നിസ്കാരത്തിന് പുറത്തിറങ്ങി നടന്ന് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കലുമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞതിന് സാക്ഷിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അത്ര വലിയ കൂലിയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ടോ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ഒരു മുഅ്മിനായ മനുഷ്യന് വേദന പോലും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാലമാണിത്. നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾക്കും വേദനയുണ്ടാകാൻ പാടുള്ളതല്ല. വേദനിപ്പിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام